എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആ വീഡിയോയിൽ ഒരു പുതിയ സബ്ജക്റ്റാണ്. ആ വിഷയം നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും, ഈ വിഷയത്തിൻ്റെ ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആവശ്യമുണ്ട്. ഈ വിഷയത്തിൻ്റെ പേരാണ് ദ എക്സിസ്റ്റൻസ് ഓഫ് അവർ ടെക്നോളജി. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ അസ്തിത്വം എന്താണ് എന്നതിനെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കും വളരെ ടഫായിട്ടുള്ളൊരു വിഷയമാണ്. ഇറ്റ് ഈസ് നോട്ട് ടഫ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കാരണം നമ്മുടെ ഭാരതം ഉന്നതിയിലേക്ക് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ ടെക്നോളജിയുടെ അടിവാരത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അടിവാരത്ത് അവിടെ പ്രവർത്തിക്കുന്നതായ, സപ്പോർട്ട് ചെയ്യുന്നതായ ട്രേഡ്സ്മാൻ, ടെക്നീഷ്യൻ, ആർട്ടീഷ്യൻ, ക്രാഫ്റ്റ്സ്മാൻ എന്നെല്ലാം നമ്മൾ പറയും. വിവിധ ട്രേഡുകളിൽ ട്രെയിനിങ് ചെയ്തിരിക്കുന്നതായ വ്യക്തികളുടെ ഫുൾ സപ്പോർട്ടോടുകൂടിയാണ് നമ്മുടെ ഇന്ത്യൻ ടെക്നോളജി ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അടിവാരം, അതിൻ്റെ അസ്തിത്വം, ക്വാളിറ്റി വ്യത്യാസം വന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇത്ര കൃത്യമായിട്ട് നിങ്ങളെങ്ങനെ പറയുന്നത്? എൻ്റെ ഏകദേശം ഒരു 40 വർഷത്തെ എക്സ്പീരിയൻസും ഈ ഫീൽഡിൽ ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കണ്ടതും കേട്ടതും അനുഭവം വെച്ചാണ് ഞാൻ സ്റ്റഡി ചെയ്തിരിക്കുന്നത്. ഇന്ന് ഈ ക്വാളിറ്റി ഫ്ലക്ച്വേഷൻ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ, അതിനെ റെക്ടിഫൈ ചെയ്യാൻ ബുദ്ധിജീവികൾ, അതായത് ബ്യൂറോക്രാറ്റ്സുകൾ വന്നില്ലെങ്കിൽ, നമ്മുടെ ഒരു 15-20 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ടെക്നോളജിയുടെ ക്വാളിറ്റി ടു ബി ഡീവിയേറ്റഡ്, അങ്ങനെ ഒരു സംഭവം വരും എന്നാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ട്രേഡ്സ്മാൻമാർ സപ്പോർട്ട് ചെയ്തിരുന്ന വിവിധ ട്രേഡുകളിൽ, ITI ആയിക്കോട്ടെ, നാഷണൽ ട്രേഡ് അപ്രൻറ്റിസ് ആയിക്കോട്ടെ, ഇവിടെ മെയിൻ ഉദ്ദേശം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നാഷണൽ ട്രേഡ് അപ്രൻറ്റിസ് സ്കീം 1961 ആക്ട് പ്രകാരം വളരെ ഭംഗിയായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ പ്ലാൻ ചെയ്ത്, അവിടെ നമ്മുടെ മുദ്രാവാക്യമായിരുന്നു ടെക്നോളജി ഇംപ്രൂവ് ത്രൂ സ്കിൽ ആൻഡ് നോളേജ്. വ്യത്യസ്തമായ ഇൻഡസ്ട്രീസ് സ്ഥാപിച്ചു. ഗവൺമെൻറ്, പ്രൈവറ്റ്, സെമി പ്രൈവറ്റ്, പബ്ലിക് സെക്ടർ, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ അവിടെ കപ്പാസിറ്റി വെച്ച് അറ്റാച്ച് ചെയ്തു നാഷണൽ ട്രേഡ് അപ്രൻറ്റിസ് സ്കീം ട്രെയിനിങ് സെൻറ്റർ. പുറത്ത് ITI, പ്രൈവറ്റ് ആണെങ്കിൽ ITC. അങ്ങനെ അവിടെ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ട്രേഡ്സ്മാൻമാർ ഡിഫറെൻ്റ് ട്രേഡിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഓട്ടോമൊബൈൽ, അങ്ങനെ വ്യത്യസ്തമായ ട്രേഡുകളിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ടെക്നീഷ്യന്മാർ നമ്മുടെ ഇന്ത്യയിൽ നിറഞ്ഞു നിന്നു. അങ്ങനെ ടെക്നോളജി ഉയർന്നു വന്നപ്പം ലോകരാജ്യങ്ങൾ പോലും നമ്മളെ ഗൗരവത്തോടെ കണ്ടു. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഈ 6-7 വർഷങ്ങൾ കൊണ്ട് അവിടെ സംഭവിച്ച റെക്ടിഫിക്കേഷൻ, അത് അമെൻമെൻറ്റ് ആക്ട് 1961 ആക്ട് അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഇമ്പാക്റ്റിൽ ഇനിയൊരു 15-20 വർഷം കഴിയുമ്പം ഈ രീതി പോയി കഴിഞ്ഞാൽ ടെക്നോളജി, ക്വാളിറ്റി, അതിൻ്റെ അസ്തിത്വം പ്രശ്നമാവും, പ്രോബ്ലം ക്രിയേറ്റ് ആവും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. പ്രിയ സുഹൃത്തുക്കളെ, ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, ഒരു ITI 2 വർഷത്തെ ആണ്, ട്രേഡ് അപ്രൻറ്റിസ് 3 വർഷത്തെയാണ്. 3 വർഷത്തെ ട്രെയിനിങ്, വ്യത്യസ്തമായ ട്രേഡുകളിൽ, നല്ല സിലബസ്, നല്ല സബ്ജക്റ്റുകൾ, വർക്ക്ഷോപ്പ്, കാൽക്കുലേഷൻ സയൻസ്, ട്രേഡ് തിയറി, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എംപ്ലോയ്മെൻറ്റ് സ്കിൽ. ഇത് 50% പ്രാക്ടിക്കലും 50% തിയറിറ്റിക്കലുമായിട്ട് പഠിച്ചിറങ്ങി 3 വർഷം കഴിയുമ്പം നല്ല രീതിയിൽ NCTVT എക്സാം പാസ്സായി അവർ പുറത്തേക്ക് വരുന്നു. മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ എൻട്രൻസ് എക്സാം ക്ലിയർ ചെയ്ത് അവിടെ ജോലിക്ക് പോകുന്നു. അങ്ങനെ കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ നിറഞ്ഞു നിന്നിരുന്നതായ ഈ ട്രേഡ്സ്മാൻ ആക്ടിവിറ്റീസ്, അവരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു ബേസിക്കലായിട്ട് നമ്മുടെ ടെക്നോളജി ഉയരുവാൻ വേണ്ടി സഹായിച്ചിരുന്നത്. അത് ITI എന്നുള്ള ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അത് പ്രൈവറ്റിൽ നിന്നുള്ള ആയിക്കോട്ടെ, ഗവൺമെൻറ്റിൽ നിന്നുള്ള ആയിക്കോട്ടെ, നല്ല ട്രേഡുകളിൽ നല്ല കരകൗശലത്തോടു കൂടി വന്നിരുന്ന കുട്ടികളായിരുന്നു. കാരണം നമുക്കറിയാം, ഭാരതത്തിൻ്റെ ഒരു 100-300 വർഷങ്ങൾ മുമ്പുള്ള ചരിത്രം നോക്കുക. നമ്മുടെ മണ്ണിൽ നമ്മുടെ ആളുകൾ അക്കാഡമിക് സ്കിൽ ഇല്ലെങ്കിലും കരകൗശല സ്കിൽ, നൈപുണ്യം വളരെ അഡ്വാൻസ് ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരുടെ കൊണ്ട് ഒത്തിരിയും സാധനങ്ങൾ ഉണ്ടാക്കി വേൾഡ് മാർക്കറ്റിലൊക്കെ ഇറക്കിയതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്,
ഇന്ന് നമ്മുടെ അസ്തിത്വം ഈ രീതിയിൽ പോകാൻ കാരണം ട്രേഡ്സ്മാൻ സപ്പോർട്ടാണ്. അപ്പോൾ ഈ ട്രേഡ്സ്മാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതായ ആ ഏജൻസികൾ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഈ 1961 ആക്ട് ഒരു 6-7 വർഷം മുമ്പ് മാറ്റിയത് കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് അത് വീണ്ടും റെക്ടിഫൈ ചെയ്താൽ മാത്രമേ ബേസിക് സപ്പോർട്ട് നമുക്ക് ടെക്നോളജി കിട്ടുകയുള്ളൂ ഡിഫറെൻ്റ് ട്രേഡ്സിൽ. അതാണ് മെയിനായിട്ടുള്ള എൻ്റെ റിക്വസ്റ്റ്. അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ വരുന്ന ഇമ്പാക്റ്റ്, ഇത് ചെയ്താൽ ഉള്ള ഗുണം, ഇവ കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നോട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ നമ്മുടെ ഈ പോക്ക്, ഈ ട്രേഡ്സ്മാൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് ക്വാളിറ്റിയോട് കൂടിയിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യണം, കമൻസ് അയക്കണം. അടുത്ത വീഡിയോ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായി ഇരിക്കും എന്നതിനെപ്പറ്റി ആസ്പദമാക്കി ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വരുന്നു. നന്ദി, നമസ്കാരം.